പക്ഷേ തിരുപ്പരംകുണ്ട്രം കേസുണ്ടല്ലോ മധുര. അപ്പൊ അതിൽ ആ മലയുടെ മുകളിൽ ദീപം കൊളുത്തണം എന്ന് വിധിച്ച ജഡ്ജി GR സ്വാമിനാഥൻ, അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ മറ്റൊരു വിധി വന്നിട്ടുണ്ട്. അതായത് ആർഷ വിദ്യാ പരമ്പര ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ്, അവർക്ക് ഈ വിദേശത്ത് നിന്ന് പണം വാങ്ങാനുള്ള അനുമതി, ലൈസൻസ് തമിഴ്നാട്ടിലെ DMK കൈയാളുന്ന ആഭ്യന്തര വകുപ്പ് കൊടുത്തില്ല. FCRI ലൈസൻസ് കൊടുത്തില്ല. അതിന് കാരണം പറഞ്ഞത് ഇവര് ഭഗവത്ഗീത എന്ന് പറഞ്ഞ മതഗ്രന്ഥം പ്രചരിപ്പിക്കുന്നു എന്നാണ് DMK സർക്കാർ പറഞ്ഞത്. അപ്പൊ ഇവര് കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പൊ GR സ്വാമിനാഥൻ ജഡ്ജി വിധിച്ചു ഇവർക്ക് FCRI ലൈസൻസ് കൊടുത്തോളണം. ഭഗവത്ഗീത എന്ന് പറയുന്നത് അതൊരു മതഗ്രന്ഥം മാത്രമല്ല, അത് ഭാരതത്തിന്റെ ധർമ്മശാസ്ത്രമാണ്, ഭാരത സംസ്കാരത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് ട്രസ്റ്റ് ഭഗവത്ഗീതയുടെ സന്ദേശം പ്രചരിപ്പിച്ചു, ഭഗവത്ഗീത മതഗ്രന്ഥമാണ് എന്ന് പറഞ്ഞ് ഇവർക്ക് ലൈസൻസ് നിഷേധിച്ചത് നിയമവിരുദ്ധമാണ്. അതുപോലെ തന്നെയാണ് വേദാന്തവും. നമ്മുടെ പൂർവികർ ആവിഷ്കരിച്ച ശുദ്ധ തത്വശാസ്ത്രമാണ് അത്. യോഗയും അതെ, പ്രാപഞ്ചികമാണ്. യോഗ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചില ഉദാഹരണങ്ങളും ഈ വിധിയിൽ നിരത്തിയിട്ടുണ്ട്. അതായത് സ്വാഭാവിക നീതി നിഷേധമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അലഹബാദ് ഹൈക്കോടതി ശ്യാമൽ രഞ്ജൻ മുഖർജി വേഴ്സസ് നിർമ്മൽ രഞ്ജൻ മുഖർജി കേസിൽ പറഞ്ഞു, ഭഗവത്ഗീത ദേശീയ ധർമ്മശാസ്ത്രമാണ്, അനന്ത സത്യത്തെയാണ് ഗീത പ്രതിപാദിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഭരണഘടനയിലെ 51A(b) വകുപ്പ് സ്വാതന്ത്ര്യ സമരത്തെ പ്രചോദിപ്പിച്ച ആദർശങ്ങൾ പിന്തുടരേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയിൽ 51AF വകുപ്പിൽ പറഞ്ഞിട്ടുണ്ട്, സാംസ്കാരിക പൈതൃകം നാം പരിരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ കോടതികളും പറഞ്ഞിട്ടുണ്ട് യോഗ മതേതരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭഗവത്ഗീത എന്ന് പറയുന്നത് മതഗ്രന്ഥമല്ല, അതുക്കും മേലെ എന്നാണ് ഹൈക്കോടതി വിധി. തീർച്ചയായിട്ടും അത് എന്നോ പാലിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇനി മതഗ്രന്ഥമാണ് എന്ന് പറഞ്ഞാൽ പോലും ഈ എങ്ങനെയാണ് ആ മതഗ്രന്ഥം പ്രചരിപ്പിക്കുന്നതിൻ്റെ സഹായങ്ങളെ ലംഘിക്കുന്നത്, അല്ലെങ്കിൽ ലംഘിക്കാൻ എന്താണ് വകുപ്പുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതെല്ലാം മതഗ്രന്ഥങ്ങൾക്ക് വിദേശത്ത് നിന്ന് ഇവിടെയൊക്കെ ഖുർആൻ അച്ചടിച്ചിറക്കാൻ പോലും ക്രൈസ്തവ സംഘടനകൾക്കും അപ്പൊ മതസംഘടനയാണ്, മതഗ്രന്ഥമാണെന്ന് പറഞ്ഞാൽ പോലും ഈ പറഞ്ഞതിന് യാതൊരു പ്രസക്തിയുമില്ല. ഒരു തരത്തിലും അതിനുള്ള സാമ്പത്തിക സഹായം എവിടുന്ന് കിട്ടിയാലും ആ ആശയത്തോടും ആ വിശ്വാസത്തോടും ഒക്കെ കൂറുള്ളവരായിരിക്കുമല്ലോ കാശ് കൊടുക്കുക. അതിനെ തടയുന്നതിൽ അർത്ഥമില്ല. ഇനി ഈ വിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാറ് പറഞ്ഞത് തന്നെയാണ്, കോടതി പറഞ്ഞത് തന്നെയാണ്, മതഗ്രന്ഥമല്ല, ഇതൊരു പ്രാപഞ്ചികമായ ധർമ്മസംഹിതയാണ്. ഇത് ഞാനിപ്പോഴും ഈ മുസ്ലിം സംഘടനകൾക്കിടയിൽ വലിയ കടിച്ചു കീറി വിമർശനം നേരിടുന്ന ഒരു പ്രഭാഷണം, ഞാൻ എൻ്റെ ചില പ്രഭാഷണങ്ങളിൽ ഈ ഗീതയുടെ എനിക്ക് തോന്നിയൊരു മഹത്വം, ഞാൻ അതിൻ്റെ സംസ്കൃത പണ്ഡിതനല്ല, വേദാചാര്യനൊന്നുമല്ല, എൻ്റെ വായനയിൽ, സംസ്കാര വായനയിൽ എനിക്ക് ഈ ഗീത വായിച്ചപ്പോൾ തോന്നിയൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ലോകമതങ്ങളെ ഇപ്പോൾ സെമിറ്റിക് മതങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഗീതയുടെ ഒരു പ്രത്യേകത കണ്ടത്, മാനവികതയെ ആദരിക്കുന്ന ഒരു ദൈവസങ്കല്പം. അതിന് ഞാൻ പറയുന്നൊരു ശ്ലോകം ഇത്, അത് വെച്ചിട്ട് എന്നെ ആക്ഷേപിക്കുന്ന ധാരാളം ചാനലുകൾ, ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സാറിന് പരിചയമുള്ളൊരു ശ്ലോകമാണത്. ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയ വിമൃശ്യൈതശേഷേണ യഥേച്ഛസി തഥാ കുരു എന്നാണ്. അറിയാലോ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രപഞ്ചസാരം മുഴുവൻ അർജുന നിനക്ക് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു, ഇനി നീ ചെയ്യേണ്ടത്, ഞാൻ പറയുന്ന വ്യാഖ്യാനം ഇതാണ്, ദൈവം മനുഷ്യനോട് അല്ലെങ്കിൽ ശിഷ്യനോട് പ്രജയോട് പറഞ്ഞു കൊടുക്കാനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സെമിറ്റിക് ദൈവങ്ങൾ എന്താ പറയണത്, ഞാൻ ആ പറഞ്ഞതനുസരിച്ചോളണം, ഇല്ലെങ്കിൽ നിനക്ക് നരകമുണ്ട്, നീ നരകത്തിലെ തീയായി മാറും, അനുസരിച്ച് നടന്നാൽ നിനക്ക് സ്വർഗമുണ്ട് എന്നാണല്ലോ പറയുന്നത്. അതിന് പകരം ഒരു ദൈവം പറയാണ്, നിനക്ക് ഞാൻ വിശിഷ്ടമായൊരു സംഗതി തന്നിട്ടുണ്ട്, അത് നിൻ്റെ വിവേകമാണ്, വിസ്ഡമാണ്. ഒപ്പം ഞാൻ എൻ്റെ തന്നെ ഉള്ളിലെ സകലമാന ദൈവീകതയും നിൻ്റെ ഉള്ളിൽ വികസിപ്പിക്കാനുള്ള സൗകര്യങ്ങളും തന്നിട്ടുണ്ട്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ദൈവം പറയാണ്, ഇതെല്ലാം ഞാൻ നിനക്ക് പ്രപഞ്ചസാരം മുഴുവൻ പറഞ്ഞു തന്നിരിക്കുന്നു അർജുന, ഇനി നീ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തന്ന ഈ ദൈവവചനങ്ങളെ കമ്പോട് കമ്പ് വിമർശന ബുദ്ധിയാ പരിശോധിച്ചിട്ട്. മനുഷ്യന്റെ ബുദ്ധിക്ക് ഇത്രയേറെ പരിഗണന കൊടുക്കുന്ന ഒരു ദൈവസങ്കല്പം എവിടെയുണ്ട് സർ?
വിമർശിക്കുന്ന വലിയ കുറ്റകരമായി കാണും. ദൈവത്തെ ചോദ്യം ചെയ്യുന്നത് മഹാപാപമായി കാണുന്ന സെമിറ്റിക് മതങ്ങളുടെ ലോകത്താണ് ഈ ഗീതയുടെ വചനമുള്ളത്. നീ എൻ്റെ വചനങ്ങളെ നീ നിന്റെ വിസ്ഡം കൊണ്ട് വിമർശന ബുദ്ധിയാ പരിശോധിക്ക്. എന്നിട്ട് നിനക്ക് എന്നെയും വിമർശിക്കാം. ജനാധിപത്യം ശരിയായ ഈ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ജനാധിപത്യം, തുല്യത, അങ്ങനെയുണ്ടല്ലോ. അത് അദ്വൈതത്തിനല്ലാതെ എവിടെയാണ് സർ, ആർക്കാണ് സാധിക്കുക? അവസാനം പറയുന്ന അതാണ്. എന്നിട്ട് അന്തിമമായി നീ എൻ്റെ വചനങ്ങളെ വിമർശന ബുദ്ധിയാ പഠിച്ചിട്ട് നിനക്ക് ശരിയെന്ന് തോന്നുന്നത് എന്തോ അത് മാത്രം ചെയ്താൽ മതി എന്നാ. നിനക്ക് ബോധ്യമുള്ള, നിന്റെ ബോധ്യമാണ് സത്യം, അത് ചെയ്താൽ മതി എന്നാ. അത് പറയുന്ന ഒരു വാക്യമുള്ളത് ഗീതയിലാണെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ആ ഒരു ഒറ്റ ശ്ലോകം മതി ഇതിൻ്റെ ഒരു യൂണിവേഴ്സാലിറ്റി, പ്രാപഞ്ചികത തെളിയിക്കാൻ. അതുകൊണ്ട് ഈ കോടതി വചനം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഭാരതീയ സംസ്കാരത്തിന് മാത്രമല്ല, ആഗോള മാനവികതയ്ക്കും പ്രധാനപ്പെട്ടൊരു വിധിയാണത് എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. ഈ DMK സർക്കാർ തന്നെ വേറെ ഏതെങ്കിലും സംഘടന ഖുർആൻ അച്ചടിച്ച് വിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അനുവാദം കൊടുക്കും. അതാണെന്നേ, അത് ഖുർആൻ കൊണ്ടുവന്ന് വിതരണം ചെയ്തതെന്ന് പറയുമായിരുന്നു. അത് വളരെ വിഭാഗീയമാണ്. ഈ പറഞ്ഞ പോലെ വളരെ കൃത്യമാണല്ലോ. നമ്മൾ ഈ ഗവൺമെൻറ്റുകളെ കുറിച്ച് പറയുന്ന ഒരു സങ്കല്പമുണ്ട്, സ്വപ്നമാണത്. ഗവൺമെൻറ്റുകൾ ഒരിക്കലും സെക്ടേറിയൻ ആവാൻ പാടില്ല എന്ന് നമ്മൾ പറയില്ലേ, ഫാക്ടോറിയൻ ആയിരിക്കണം. എന്താണോ വസ്തുത അതിൻ്റെ മെറിറ്റ് പരിശോധിച്ചിട്ട് വേണം ഗവൺമെൻറ് തീരുമാനമെടുക്കാൻ. എങ്ങനെയാണ് ഇതുപോലെ ഒരു ഗീതാ വചനങ്ങളെ, അതിനെ ഇപ്പോൾ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും പഠനങ്ങളും ഒക്കെ ഉണ്ട്. അത് ദൈവവചനമല്ല, അല്ലെങ്കിൽ ദൈവികമായ ഒരു ഗ്രന്ഥം ഇറങ്ങാനൊന്നുമുള്ള സമയം അതില്ല, ഉണ്ടായിരുന്നില്ല. 18 മാഷെ നമുക്ക് ഈ ഭഗവത്ഗീത ഒരു സാഹിത്യകൃതിയായിട്ടും വായിക്കാം. അങ്ങനെ വായിച്ചാൽ മതി. കാരണം അതിൽ മനോഹരമായ ശ്ലോകങ്ങൾ എത്രയോ ഉണ്ടല്ലോ, ഈസ്തറ്റിക് ആയിട്ടുള്ള ശ്ലോകങ്ങൾ ധാരാളം. ഞാൻ പറഞ്ഞു, ഞാൻ അതൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ പരിമിതി വെച്ച് വായിച്ചു പോയിട്ട് എനിക്ക് എൻ്റെ മനസ്സ് ഉടക്കി നിന്നു. തിരിച്ച് ഞാൻ വീണ്ടും വന്നു. ഈ 18ാമത്തെ അധ്യായം ആണല്ലോ, 18ാമത്തെ അധ്യായത്തിൽ 63ാം ശ്ലോകവും മറ്റുമാണിത്. അതിലേക്ക് ഞാൻ തിരിച്ചു വന്നിട്ട് എനിക്ക് തോന്നിയത് ഭഗവത്ഗീതയുടെ മാനവികമായ ആത്മാവ് ഈ ശ്ലോകത്തിലാണ്. ഇത് പലരും പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ, ഗീതാദർശനത്തിലൊക്കെ പലരും പറഞ്ഞിട്ടുമുണ്ട്. അത് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു ഗ്രന്ഥത്തെയാണ് നമ്മൾ ആദരിക്കേണ്ടത്. ആ ഒരു ഗ്രന്ഥത്തിന് കിട്ടുന്ന പരിഗണന ഇന്ത്യയിലെങ്കിലും മറ്റൊരു ഗ്രന്ഥത്തിനും ആവശ്യമില്ല. പക്ഷേ സമാനമായ പരിഗണന പോലും പാടില്ല എന്നൊരു സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനം എടുക്കുമ്പോൾ കോടതി ഇതിനേക്കാൾ ഹാർഷായ നിലപാടെടുക്കണം. അമ്മാതിരി വിധി പുറപ്പെടുവിക്കുന്ന സംസ്ഥാന സർക്കാരുകൾക്ക് പണിഷ്മെൻറ്റ് കൊടുക്കണം. അതാ ചെയ്യേണ്ടത്. ചെയ്യാൻ പാടില്ലാത്തതല്ലേ ഇത്. അപ്പോൾ ഇത് നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം കോടതി വിധികൾ ഇടയ്ക്ക് നല്ലതാണ്. കോടതി വിധികൾ കോടതി ചിലതൊക്കെ പറയാൻ സമയം കണ്ടെത്തേണ്ടതുണ്ട്. ചിലതൊക്കെ അന്തിമമായി കോടതി തന്നെ പറയേണ്ടതുണ്ട്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ മറ്റേ ഓപ്പൺഹൈമർ എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചപ്പോ, ഓപ്പൺഹൈമർ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടാണ് ആ ദിവ്യസൂര്യ സഹസ്രസ്യ എന്നൊക്കെ പറയുന്നത്. ആദ്യത്തെ അണുസ്ഫോടനം കണ്ട ശേഷം ബോംബ് കണ്ടെത്തിയ അത് കഴിഞ്ഞിട്ട് 1000 സൂര്യന്മാർ കത്തി എന്റെ മനം മാറ്റിയത് ഈ ഗീതയാണ്, ഗീതയുടെ വെളിച്ചമാണ്. ഇതിന്റെ മഹത്വം സത്യത്തിൽ നമുക്കാണ് സർ മനസ്സിലാവാത്തത്. ഞാൻ പറഞ്ഞില്ലേ, പൗലോ കൊയ്ലോ അമേരിക്കയിലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, എൻ്റെ സാഹിത്യ വിജയത്തിന്റെ രഹസ്യം ഇന്ത്യൻ ഫിലോസഫിയാണ് എന്ന് പറഞ്ഞിട്ട്. ആൽക്കമിസ്റ്റൊക്കെ അതാണല്ലോ, നിന്റെ ശക്തി നിന്റെ ഉള്ളിലുണ്ട്, നിന്റെ നിധി നിന്റെ കാൽച്ചുവട്ടിലുണ്ട് എന്ന് പറയുന്നതാണല്ലോ. അപ്പോൾ ഈ കൾച്ചർ നിരന്തരമായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ എന്ന് പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ TS ലീറ്റിന്റെ വേസ്റ്റ് ലാൻഡ് അത് അവസാനിക്കുന്നത് ഒരു ഉപനിഷത്ത് വാക്യത്തോടു കൂടിയാണ്. ദത്ത ദയധ്വം ഗമ്യത ഓം ശാന്തി ശാന്തി ശാന്തി. വേസ്റ്റ് ലാൻഡ് അവസാനിക്കുന്നത് ഞാൻ പഠിച്ചിട്ടുള്ളത് ആണല്ലേ? മാഷി പറഞ്ഞപ്പോ ഞാൻ ഓർത്തതാണ്, നമ്മളാണ് ഇത് മനസ്സിലാക്കാത്തത് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തതാണ്. അങ്ങനെയാണ് ശാന്തി മന്ത്രം അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഏത് യുദ്ധഭൂമിയിലും ചെന്നിട്ട് ശാന്തി മന്ത്രം ഉച്ചരിക്കാൻ നമുക്ക് പറ്റുന്നത്. ഇന്ത്യയുടെ ഒരു ഗുരു അതാ ഒരു കാര്യം ആലോചിച്ചു. സമാനമായൊരു പ്രാർത്ഥന, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥന, ഏത് യുദ്ധഭൂമിയിലും ചെന്ന് ശാന്തിമന്ത്രം ചൊല്ലാൻ പറ്റിയ ഈ ഒരു സംസ്കാരം അല്ലെങ്കിൽ ഫിലോസഫി, അതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അത് നമുക്ക് വേണ്ട വിധം മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് അതിൻ്റെ ഒരു മഹത്വം ഉയർത്തിപ്പിടിക്കാൻ പറ്റും. എന്തായാലും ഒരു ദിശാസൂചികയായിട്ടൊരു വിധി തീർച്ചയായിട്ടും അത് തന്നെ മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുക്കാത്തത് കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.